പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണം കഴിഞ്ഞ് മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അമ്മ അടുക്കള കാണാൻ അല്ലെങ്കിൽ മറുവീട് കാണാൻ പോകണമെന്നൊരു ചടങ്ങുണ്ട്. അന്ന് അമ്മ കൊണ്ടുപോകുന്നത് ഒരു ചെമ്പ് കലം അല്ലെങ്കിൽ ചെമ്പ് കുട, അത് നിറയെ അരിയുമായിട്ടാണ്. അമ്മ ആ മകളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വലത് കാല് വെച്ച് ഈ ചെമ്പ് കുടത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ചെമ്പ് കലത്തിനെ കൊണ്ട് മകളെ കയ്യിൽ കൊടുക്കും. മകളത് വാങ്ങിച്ച് വയ്ക്കും. അടുത്ത ദിവസം ഈ അരിയെ ചാക്കിൽ കെട്ടിയിട്ട് ഈ ചെമ്പ് കലത്തിനെടുത്ത് അടുക്കള സ്ലാബിൻ്റെ മുകളിൽ കമിഴ്ത്തി വയ്ക്കും. ഇത് എന്തിനാണ് കൊണ്ട് കൊടുക്കുന്നതെന്ന് അമ്മയും പറയുന്നില്ല. ഈ കലം അവിടെ തന്നെ ഇരിക്കും, വർഷങ്ങളോളം ഇരിക്കും. വീട്ടിൽ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് മാത്രം ഇതിനെടുത്ത് പുറത്ത് വയ്ക്കും. വീണ്ടും സ്ലാബിൻ്റെ മുകളിൽ തന്നെ. അവളുടെ മകളെ കല്യാണത്തിന് ഇതിനെക്കൊണ്ട് പഴയ വിലയ്ക്ക് വിറ്റിട്ട് അവളും ഒരു ചെമ്പ് കലം വാങ്ങിക്കും, അവിടെ മകൾ കൊടുക്കും. അപ്പോഴും ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് അവളും പറയുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു സ്റ്റീൽ പാത്രം കൊണ്ട് കൊടുത്താൽ പോരെ? എന്തിനാണ് ഈ ചെമ്പ് കുടം തന്നെ അല്ലെങ്കിൽ ചെമ്പ് കലം തന്നെ അന്ന് കൊണ്ട് കൊടുക്കണം? ഈ ചെമ്പ് കലം കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം, ഈ ചെമ്പ് കലത്തിൽ വെള്ളം കോരി നിറച്ച് വെച്ചിട്ട് ഈ വെള്ളം അടുക്കളയ്ക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. ചെമ്പിൻ്റെ ക്ലാവ്, അതായത് ചെമ്പ് തന്നെയാണത്. അത് ശരീരത്തിൽ പോയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സൗന്ദര്യം വർദ്ധിക്കും, പല്ലിന് നല്ലത്, എല്ലിന് നല്ലത്, മുടി തഴച്ച് വളരും. അതിലേക്കാണ് ഈ ചെമ്പ് കലം കൊണ്ട് കൊടുക്കുന്നത്. നമ്മളെ ശരീരത്തിൽ ശബ്ദധാതുക്കളിൽ ഒന്നാണ് ഈ ചെമ്പ്. ചെമ്പ് ആവശ്യമാണ് ശരീരത്തിന്. അത് ചില ഇലക്കറികളിലും കായ്കറികളിലൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചെമ്പ് തന്നെ ഉള്ളിൽ പോകണം. അതിന് ഏക മാർഗം ഈ വെള്ളം കോരി അതിൽ വെച്ചിട്ട് അത് കുടിക്കുക. രാവിലെ എണീറ്റുടനെ വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉള്ളവർക്ക് ഈ വെള്ളം കുടിക്കാം. നല്ല ഉന്മേഷം ഉണ്ടാവും, കണ്ണിന് വളരെ നല്ലതാണ്. ചെമ്പ് നമ്മുടെ ശരീരത്തെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് നമ്മുടെ മുടിയിലാണ്. അതുകൊണ്ട് മുടിക്ക് വളരെ വളരെ നല്ലതാണ്. മുടി വളരും. നമ്മളെ മുടിയൊക്കെ തൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ എണ്ണ വാങ്ങിച്ച് തേക്കും തലയിൽ. ആ എണ്ണയിൽ ചേരുന്നതും ചെമ്പിൻ്റെ അംശം ഉള്ള ആ ചെടികളാണ്. ഒരു ചെടിക്ക് വെള്ളവും വളവും കിട്ടിയില്ലെങ്കിൽ ആ ചെടി നശിച്ചു പോകും, പട്ടുപോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്ക്. മുടി തൊഴിയുമ്പോൾ എന്തിനു മുടി തൊഴിയുന്നു എന്ന് നമ്മളൊക്കെ ചോദിക്കുന്നത് കാരണം ഇതാണ്. ചെമ്പിൻ്റെ അംശം ശരീരത്ത് കുറവാണ്. അതുപോലെ തന്നെ കുട്ടുവം, അണ്ടാവ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതും ഈ വെള്ളം കോരി വയ്ക്കാനാണ്. ഈ വെള്ളം കോരി വയ്ക്കുമ്പോൾ ഈ വെള്ളം തന്നെ കുളിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഇതും നമ്മൾ ഉപയോഗിക്കാറില്ല. തലേ ദിവസം വെള്ളം കോരി വെച്ചിട്ട് ആ വെള്ളം ഈ രാവിലെ കുടിക്കുമ്പോൾ ചിലർക്ക് കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ക്ലാവിൻ്റെ ഇത് ഉണ്ടാവും. അതിന് ഒരു വഴി കറികൾക്കും കഞ്ഞി വയ്ക്കാനും ദോശ ചുടുമ്പോൾ അതിനുള്ള വെള്ളം, ഈ വെള്ളം ഉപയോഗിച്ചാൽ നമ്മൾക്ക് ആ ഒരു മടുപ്പും തോന്നില്ല. നമുക്ക് ആവശ്യമായ ചെമ്പ് നമ്മുടെ ശരീരത്തിന് കിട്ടും. ഇന്ന് ആ സ്ലാബിലിരിക്കുന്ന ആ ചെമ്പ് കലത്തിനെ ഒന്ന് താഴോട്ടിറക്കൂ. എല്ലാവരും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ഇരിക്കൂ. ഇത് മറ്റുള്ളവരെയും അറിയിക്കൂ. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്നുള്ളതിന്
പ്രാധാന്യം കൊടുക്കൂ. നന്ദി, നമസ്കാരം.